ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് അമ്മ എനിക്ക് ഒരു സാധനം തന്നിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. തോന്നുന്നത് പൊട്ടിച്ചൊക്കെയാലോ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു മീഷോ പ്രൊഡക്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. പൊന്നു പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്താണ് സംഭവം എന്നുള്ളത് അവൾക്ക് അറിയില്ല കേട്ടോ. എന്നാൽ അവൾ എപ്പോഴും എന്നെ കൊണ്ട് വാങ്ങിക്കണം എന്ന് പറയുന്നൊരു സാധനവും കൂടിയാണ്. അപ്പം ഞാൻ അവർക്കൊരു സർപ്രൈസ് പോലെ കൊടുത്തതാണ്. വേറൊന്നുമല്ല, അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ, പൊട്ടിക്കുമ്പം കാണാം അല്ലേ. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ മീഷോയിൽ ഇപ്പം കോംബോ ഓഫർ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പൊട്ടിച്ച് വന്നപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. പക്ഷെ പൊന്നിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ. അവൾ പൊട്ടിച്ച് നോക്കിയപ്പോൾ എന്താണ് ഒന്നും മനസ്സിലായില്ല ഏട്ടാ, ഓലാണോ എന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നേ. പിന്നെ പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് സംഗതി മനസ്സിലായി. എന്താണെന്ന് മനസ്സിലായോ നമ്മളെ? സത്യം പറഞ്ഞാൽ എനിക്കും ഇതിൻ്റെ പേര് അറിയില്ല. ഞാനിതിനെ പറയുന്നത് നമ്മുടെ ബാത്തിൻ ടൗൽ എന്നൊക്കെയാണ് കേട്ടോ. അത് നമ്മളെ മുടിയൊക്കെ ഇങ്ങനെ നനഞ്ഞ മുടി ഇങ്ങനെ ചുറ്റിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണ് ഇത്. അപ്പോൾ പൊന്നു എൻ്റെ അടുത്ത് കുറേ നാൾ അവൾ ഈ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ഒരു കാണിക്കുമല്ലോ, അങ്ങനെ കണ്ടിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയും കേട്ടോ. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ എല്ലാം അങ്ങ് വാങ്ങിച്ചൊന്നും കൊടുക്കാറില്ല. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും വളരെ റേറ്റ് കുറവാണ്. 200 രൂപയ്ക്ക് അകത്താണ് കേട്ടോ ഈ ഒരു 2 സാധനവും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 160 സംതിങ് എന്തോ ആണ് റേറ്റ്. ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ ചുമ്മാ ഒന്ന് വാങ്ങിച്ച് നോക്കാം, അധികം റേറ്റൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. സംഭവം നല്ലതാണ്. തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണാൻ നല്ല രസമല്ലേ. പക്ഷേ നമ്മുടെ കുളിച്ച് കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ തലമുടി നനഞ്ഞിട്ട് അവർ കാണിക്കുന്നത് പോലെ വെള്ളത്തോടെ കൊണ്ടിങ്ങനെ ചുറ്റിച്ച് വെച്ചാലൊന്നും ഡ്രൈ ആവത്തില്ല. ജസ്റ്റ് ഒന്ന് തോർത്തി മുടിയുടെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ തോർത്തൊക്കെ ചുറ്റി വയ്ക്കുമല്ലോ, ഇപ്പം അതുപോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ ഡ്രൈ ആയിട്ട് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഞാനും പൊന്നും കൂടി അടുത്ത് ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പൊന്നുവിൻ്റെ ഇതെങ്ങനെയാണ് തലയിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും എനിക്കും ഇല്ല, പൊന്നുവിനും ഇല്ല. വീഡിയോ കണ്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ മുടി ഇങ്ങനെ വെക്കുന്നതിനേക്കാളും കുളിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങുമല്ലോ, അപ്പോഴാണ് കേട്ടോ ഈസി. അപ്പം ഇത് ഞാൻ വെച്ചത് തെറ്റാണ്. ഇത് ആദ്യമൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഞാൻ പൊന്നിൻ്റെ തലമുടി മാത്രമല്ല, പൊന്നിൻ്റെ മുഖവും കൂടെ മൂടിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വെച്ചപ്പോൾ ശരിയായില്ല. വീണ്ടും പൊന്നിൻ്റെ മുടി സ്കൂളിൽ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ഇതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അതായത് ഭയങ്കര ചെടിയായിട്ടൊക്കെ ഇങ്ങനെ കിടപ്പുള്ളൂ. ഞാനിങ്ങനെ കുളിച്ചിട്ട് കാണിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല, പൊന്നിനും ഇല്ലായിരുന്നു. അങ്ങനെ കുളിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒതുങ്ങും. ഇപ്പോൾ അത്ര ഒതുക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ ടെക്നിക്കൊക്കെ കണ്ടുപിടിച്ചേട്ടാ. അപ്പോൾ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ടിട്ടിട്ട് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ ബാക്കിലോട്ട് വരണം. അപ്പം ബാക്കിൽ വന്ന് ഇങ്ങനെ കവർ ചെയ്തിട്ട് ബാക്കി മുടിയെല്ലാം ഇതിനകത്തോട്ട് വെച്ച്, അതായത് നമ്മുടെ ഒരുപാട് ലെന്തി മുടിയൊന്നും ഇതിനകത്ത് നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഫ്രീ സൈസാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല നല്ല വില കൂടിയ സാധനത്തിന് ഓരോരോ ഇതുണ്ടാവുമായിരിക്കും. ഇത് റേറ്റ് കുറഞ്ഞത് കൊണ്ടായിരിക്കാം ഇത്ര ചെറുത് കിട്ടിയത്. ഇപ്പോൾ പൊന്നുവിൻ്റെ മുടി ഇതിനകത്ത് നിൽക്കും. കുറച്ചുകൂടെ നീളമുള്ള മുടിയാണെങ്കിൽ വയ്ക്കാനും ചുറ്റിക്കാനൊക്കെ പാടായിരിക്കും. അങ്ങനെ പൊന്നിൻ്റെ മുടിയിൽ ഒരുവിധം ഞാൻ സെറ്റാക്കി കേട്ടോ. മുടിയെല്ലാം എടുത്ത് വെച്ചിട്ട് ബാക്കിലൊരു ബട്ടണുണ്ട്. ഈ ഒരു ബട്ടൺ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഇരുന്നോളും മുടി. കണ്ട് നമ്മൾ തോർത്ത് ഇങ്ങനെ ചുറ്റിച്ച് വയ്ക്കുമല്ലോ, അതിന് പകരമായിട്ട് ഇതൊന്നിങ്ങനെ ഹോൾഡ് ചെയ്ത് അടിപൊളിയായിട്ട് സേഫായിട്ട് ഇരിക്കും. അങ്ങനെ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് പൊന്നിന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മുടിയുടെ വെള്ളമൊന്നും, അതായത് നമ്മൾ തോർത്തുന്നതിന് മുമ്പ് ഇത് ചുറ്റിച്ച് കഴിഞ്ഞാലേ വെള്ളമൊന്നും പോകത്തില്ല. ഒരുവിധം വെള്ളമൊക്കെ വാർന്ന് പോയിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും. ഇപ്പോൾ പൊന്നും കാണാൻ ഒരു പഞ്ചാബി ലുക്കില്ലേ, അങ്ങനെ പൊന്നുതാ ഇതൊക്കെ ചുറ്റിച്ചിട്ട് പൊന്നിൻ്റെ കുറച്ച് പട്ടി ഷോ ഉണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ കളിയാക്കുന്നുണ്ട്, പട്ടി ഷോ എന്നല്ല, ചുമ്മാ ഒരു ഷോയും കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു അവളിവിടെ കിടന്നു. അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്. അപ്പം നിങ്ങളും ഈ ഒരു സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ എന്താണ്? അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.